ഹലോ എവറി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് വൈറസ് ഡിസീസ് ആയിരുന്നു, നിപ്പ. മൂവിങ് ടു ദി നെക്സ്റ്റ് പാത്തോജൻ. നമ്മുടെ മൂന്നാമത്തെ രോഗാണുവാണ് ഫംഗസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫംഗസുകൾ നമുക്കറിയാം. നമുക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ട് ഫംഗസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെ മഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫംഗസിന് വൈഡ് വെറൈറ്റീസ് ഓഫ് ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ടീമാണ് ഒരു ഫംഗസിന്റെ ടീം. ഫംഗസ് ക്യാൻ ഓൾസോ കോസ് വേരിയസ് ടൈപ്സ് ഓഫ് ഡിസീസ് ഇൻ ഹ്യൂമൻസ്. മനുഷ്യന്മാരിലും മൃഗങ്ങളിലും പ്ലാന്റ്സിലും ഒക്കെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പാത്തജൻ ആണ് എന്ത്? ഫംഗസ്. These may directly infect the skin, nails or produce the toxins leading to different disease. ഇവർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെയോ നെയിലിനെയോ ഒക്കെ നന്നായിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന ടോക്സിൻസ് കാരണം നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. രണ്ട് അസുഖമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ റിംഗ് വേം ആൻഡ് സെക്കൻഡ് വൺ കാൻഡിഡിയാസിസ്. റിംഗ് വേം ആൻഡ് കാൻഡിഡിയാസിസ് നോക്കാം. ഫസ്റ്റ് വൺ റിംഗ് വേം. ഓക്കെ, വട്ടച്ചൊറി, റിംഗ് വേം. അതിന്റെ മോഡ് ഓഫ് ഇൻഫെസ്റ്റേഷൻ, നമുക്ക് എങ്ങനെയാണ് അസുഖം വരുന്നത് നോക്കാം. ത്രൂ ദി ഇൻഫെക്റ്റഡ് പേഴ്സൺസ് കോണ്ടാക്ട് കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ് ആൻഡ് ഫ്രം ദി ആനിമൽസ്. ഒരു റിംഗ് വേം ഉള്ള ഒരാളിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ നമുക്ക് അസുഖം വരാം. അല്ലെങ്കിൽ ആ ഇൻഫെക്റ്റഡ് ആയ പേഴ്സൺസ് ഉപയോഗിച്ച വസ്തുക്കളുമായിട്ടുള്ള കോണ്ടാക്ട് നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ്, വൃത്തിഹീനമായിട്ടുള്ള മലിനമായിട്ടുള്ള ഒബ്ജക്ട്സ്, അതിന് അസുഖം വരാം. അല്ലെങ്കിൽ ഫ്രം ദി ആനിമൽസ്. ഇങ്ങനെയൊക്കെ നമുക്ക് അസുഖം വരാനുള്ള ചാൻസുകളാണ്. ഓക്കെ, സിംറ്റംസ് നോക്കാം, ലക്ഷണങ്ങൾ. സർക്കുലാർ റെഡിഷ് റാഷസ് ആൻഡ് ഇച്ചിങ്. പേര് പോലെ തന്നെ റിംഗ് വേം ആണല്ലേ, വട്ടച്ചൊറി. അപ്പൊ സർക്കുലാർ ആയിട്ടുള്ള റെഡിഷ് ആയിട്ടുള്ള റാഷസ് അല്ലെ, ചുവന്ന തിണർപ്പുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇച്ചിങ് എന്ന് പറയുമ്പോൾ ചൊറിച്ചിലാണ്. നമുക്ക് ആലോചിച്ച ഒരു ചെറിയ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ഫംഗസുകൾ മെയിനായിട്ട് ബാധിക്കുക സ്കിന്നിനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്കിന്നിലാകുമ്പോൾ ചെറിയ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, റാഷസ് അല്ലെ, പിന്നെ ചൊറിച്ചിൽ ഉണ്ടായിരിക്കും, ഇച്ചിങ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഊഹിച്ചിടാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ കാൻഡിഡിയാസിസ്. അതിന്റെ മോഡ് ഓഫ് ഇൻഫെസ്റ്റേഷൻ ഡയറക്റ്റ് കോണ്ടാക്ട്, അല്ലെങ്കിൽ ത്രൂ ഷെയറിംഗ് ഓഫ് ദി ക്ലോത്ത്സ് ഓർ ത്രൂ ദി സെക്ഷൽ കോണ്ടാക്ട് അല്ലെ, പേഷ്യന്റുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ വരാം. അല്ലെങ്കിൽ പേഷ്യൻസ് ഉപയോഗിച്ച ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുക, ഷെയറിംഗ് ഓഫ് ദി ഡ്രസ്, അങ്ങനെ അസുഖം വരാം. അതുമല്ലെങ്കിൽ ത്രൂ സെക്ഷൽ കോണ്ടാക്ട് അല്ലെ, ലൈംഗിക ബന്ധത്തിലൂടെ എന്ത് ചെയ്യാം, ഈ അസുഖം ഒരാളിലേക്ക് പകരാം. അതിന്റെ സിംറ്റംസ്, പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. വൈറ്റ് പാച്ചസ് ഇൻ ദി മൗത്ത്, ദെൻ ഇച്ചിങ് അല്ലെ, നാവിലൊക്കെ വൈറ്റ് കളറുള്ള പാച്ചസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇച്ചിങ്, ചൊറിച്ചിലും ഉണ്ടായിരിക്കും. സോ ഇതാണ് ഫംഗൽ ഡിസീസുകൾ, ടേബിൾ 5.4. ദെൻ മൂവിങ് ടു ദി നെക്സ്റ്റ് പാത്തജൻ. അടുത്തൊരു പാത്തജൻ ആണ് നമ്മുടെ പ്രോട്ടോസോവ. ഫോർത്ത് ഗ്രൂപ്പാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ്. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് എന്ത്? പ്രോട്ടോസോവകൾ, ഏകകോശ യൂക്കാരിയോട്സ്. ഓക്കെ, അതില് മിക്കവാറും എല്ലാ പ്രോട്ടോസോവകളും റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ RBC ആണ് ബാധിക്കുക. നമ്മുടെ അരുണ രക്തകോശങ്ങളെ ബാധിക്കുകയും അതിനകത്ത് മൾട്ടിപ്ലൈ ഇൻസൈഡ് ദം, അതിനകത്ത് നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ റെഡ് ബ്ലഡ് സെൽസിനെയൊക്കെ ഡെസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് മിക്ക പാത്തജന്റെയും മിക്ക പ്രോട്ടോസോവുകളുടെയും ഒരു ഫങ്ഷൻ രീതി എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ മലേറിയ. പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഡിസീസ് ആണ് മലേറിയ എന്ന് പറയും, അല്ലെങ്കിൽ മലമ്പനി. ദി പ്രോട്ടോസോവൻ നെയ്മഡ് പ്ലാസ്മോഡിയം ഈസ് ദി പാത്തജൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലേറിയ എന്ന് പറയുന്ന മലമ്പനി ഉണ്ടാക്കുന്ന പ്രോട്ടോസോവയുടെ പേരാണെന്ത്? പ്ലാസ്മോഡിയം. ഇപ്പൊ നമ്മള് റാറ്റ് ഫീവർ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് ലെപ്റ്റോസ്പൈറ എന്ന് പഠിച്ച പോലെ തന്നെ മലേറിയ ഉണ്ടാക്കുന്ന, മലമ്പനി ഉണ്ടാക്കുന്ന പ്രോട്ടോസോവ വിഭാഗത്തിൽ പെടുന്ന പ്രോട്ടോസോവയുടെ പേരാണെന്ത്? പ്ലാസ്മോഡിയം. ഓക്കെ, പഠിച്ചില്ല പ്ലാസ്മോഡിയം, നമ്മുടെ കൊടുത്തിരുന്ന പിക്ചർ പ്ലാസ്മോഡിയം. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, അനോഫിലസ് പെൺ കൊതുക്.
ഇതാണ് ഇവിടുത്തെ വെക്റ്റർ എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ രോഗാണുവിനെ വഹിച്ചു കൊണ്ടുപോകുന്ന, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അസുഖം പരത്തുന്ന ആ ജീവിയുടെ പേരാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ട്രാൻസ്മിറ്റ്സ് ദിസ് പാത്തോജൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ ഒരു പാത്തോജനെ, പ്ലാസ്മോഡിയത്തിന് ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹക ജീവി, വെക്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? നമ്മുടെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മലേറിയയുടെ ഇൻഫെസ്റ്റേഷൻ എന്നുള്ളത് നോക്കാം നമുക്ക്. നോക്കിക്കോളൂ, ഇതാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഓക്കെ, പ്ലാസ്മോഡിയം റീച്ചസ് ദി ബോഡി. നമ്മളെ ബോഡിക്ക് അകത്തേക്ക് പ്ലാസ്മോഡിയം വന്നു. കൊതുക് കടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്ത് വരും? ആ ഒരു കൊതുക് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ കൊതുകിലൂടെ പ്ലാസ്മോഡിയം നമ്മുടെ ബോഡിക്കകത്തേക്ക് എത്തി. ഇറ്റ് വിൽ മൾട്ടിപ്ലൈസ്, അല്ലെ? അവർ പെരുകും. എവിടെ വെച്ചാൽ പെരുക? ലിവറിൽ വെച്ചിട്ടാണ്. കരളിൽ വെച്ച് അവരെന്ത് ചെയ്യും? നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ലിവർ സെൽസിനെയൊക്കെ ബാധിക്കും, അല്ലെ? കരളിലെ കോശങ്ങളൊക്കെ ബാധിച്ച് അവർ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. Then they destroy the red blood cells. നമ്മുടെ അരുണ രക്തകോശങ്ങളെ, റെഡ് ബ്ലഡ് സെൽസിനെ, RBCയെ ഡെസ്ട്രോയ് ചെയ്യും. ഇങ്ങനെ നിൽക്കുന്ന നമ്മളെ ബോഡിക്കാണ് വേറൊരു കൊതുക് ഒന്ന് കടിക്കുന്നത്. ആ കൊതുകിന്റെ ബോഡിക്ക് അകത്തേക്ക് നമ്മളെ ബോഡിയിൽ നിന്ന് എന്ത് വരും? നമ്മളെ ബോഡിയിൽ നിന്ന് പ്ലാസ്മോഡിയം ആ കൊതുകിന്റെ ബോഡിക്ക് കയറും. ആ കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ അയാളിലേക്കും പ്ലാസ്മോഡിയം വരും. ഇങ്ങനെയാണ് ഇവരുടെ ഒരു മോഡ് ഓഫ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് പഠിക്കാനുണ്ട് +1 +2 പാഠങ്ങളിൽ കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ് നോക്കാം. ഇന്റർമിറ്റന്റ് ഫീവർ, നല്ല പനി ഉണ്ടായിരിക്കും. ചിൽസ്, വിറയൽ ഉണ്ടായിരിക്കും, അല്ലെ? കുളിരും അതുപോലെ തന്നെ വിറയലൊക്കെ ഉള്ള തരം പനിയായിരിക്കും. ഹെഡ് ഏക്ക്, തലവേദന. വൊമിറ്റിംഗ്, ഛർദി. മസ്കുലാർ പെയിൻ, ബോഡി പെയിൻ, പേശിവേദനയും ശരീരവേദനയും ഉണ്ടായിരിക്കും. ഫാറ്റീഗ്, എന്താ ഫാറ്റീഗ് എന്ന് പറയുമ്പോൾ? ക്ഷീണം ഉണ്ടായിരിക്കും. സാധാരണ പനി വരുമ്പോഴുള്ള ലക്ഷണങ്ങളും കൂട്ടത്തില് കുറച്ച് ചിൽസൊക്കെ ഉള്ള, വിറയലും അതുപോലെ തന്നെ കുളിരൊക്കെ ഉള്ള ഒരു തരം പനിയായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ മരുന്ന് എന്താണ്? ആന്റി മലേറിയൽ മെഡിസിൻസ്, അല്ലെ? മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന ആന്റി മലേറിയൽ മെഡിസിൻസ് ആയിരിക്കും നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. റെഡി. അടുത്തത് വേറൊരു തരത്തിലുള്ള ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ് അമീബിക് എൻസെഫലൈറ്റിസ്. അമീബിക് എൻസെഫലൈറ്റിസ് വളരെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചൊരു പേരായിരുന്നു, അല്ലെ? അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ളൊരു അസുഖം കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. അതായത് ഒരു 7-year-old ബോയ്ക്ക് അമീബിക് എൻസെഫലൈറ്റിസ് ഉണ്ടായിരുന്നു. ആ കുട്ടി റിക്കവർ ആയ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഡിസീസ് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവ ഒരു അമീബയാണ്. ഈ ഡിസീസ് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവ ഒരു അമീബയാണ്. ആ അമീബയുടെ പേരാണ് എന്ത്? നൈഗ്ലേറിയ ഫൗളറി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നൈഗ്ലേറിയ ഫൗളറി. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ദി സ്റ്റാഗ്നന്റ് വാട്ടർ ആൻഡ് ഫ്രഷ് വാട്ടർ. വാം ഫ്രഷ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന നല്ല ഫ്രഷ് വാട്ടറിൽ ഇത് നന്നായിട്ട് കാണാൻ പറ്റും. ഇൻഫെക്ഷൻ occurs when contaminated water enters the nose and the pathogen reach the brain through the nose, അല്ലെ? മലിനമായിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂക്കിലൂടെ ഇത് എന്ത് ചെയ്യുന്നു? ഈ പാത്തോജൻ നമ്മുടെ ബ്രെയിനകത്തേക്ക് എത്തുന്നു. Therefore, the health department has informed that this disease can be prevented by avoiding bathing in or washing, അല്ലെ? അതായത് ഈ ഒരു അസുഖം നന്നായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെച്ചൊരു കാര്യം എന്തായിരുന്നു, അല്ലെ? ഇങ്ങനെ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും കുളിക്കാതിരിക്കുക, അല്ലെ? ആ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകാതിരിക്കുക. ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഡേർട്ടി വാട്ടർ ബോഡീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കാം. നമുക്കിത് അസുഖം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മസ്തിഷ്ക ജ്വരം വളരെ ഒരുപാട് വാർത്തയിലൊക്കെ ഉണ്ടായ ഒരു അസുഖമായിരുന്നു, അല്ലെ? ഇത് ഓർത്തു വെക്കുക, നൈഗ്ലേറിയ ഫൗളറി. അതൊരു അമീബയാണ്, ഓർത്തു വെക്കുക കേട്ടോ. ഡിസീസ് ഉണ്ട്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്, പ്രിക്വേഷൻസ് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. ഇത് നമുക്ക് മലേറിയന്റെ കേസിൽ പറഞ്ഞു നോക്കാം. മലേറിയയാണ് അസുഖം. അതിന്റെ പാത്തോജന്റെ പേര് പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവയാണ്. അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അല്ലെ? കൊതുകിലൂടെയാണ്, അല്ലെ? വെക്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന അവിടെ എന്താണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. പ്രിക്വേഷൻസ് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. മലേറിയ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ച്
കൊതുകുകളുടെ അളവ് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. കൊതുകുകളിൽ നിന്നൊക്കെ നമ്മൾ ഒരു മോചനം ഉണ്ടായി കഴിഞ്ഞാൽ കൊതുക് പരത്തുന്ന എല്ലാ അസുഖവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിക്കവറി സാധ്യമായിരിക്കും. ഓക്കെ, അടുത്തൊരു ടീമാണ്, അഞ്ചാമത്തെ ടീമാണ്, 5th ടീമാണ് വേംസ് എന്ന് പറയും. ബാക്ടീരിയ കഴിഞ്ഞു, വൈറസ് കഴിഞ്ഞു, ഫംഗസ് കഴിഞ്ഞു, പ്രോട്ടോസോവ കഴിഞ്ഞു. 5th ഒരു ടീമായിട്ട് നമുക്ക് ആരെ വിളിക്കാം, വേംസിനെ വിളിക്കാം കേട്ടോ. വേംസ് ക്യാൻ ഓൾസോ കോസ് ഡിസീസസ്. നാഷണൽ ഡീവേമിംഗ് ഡേ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വിരശല്യം ഉണ്ടാവുന്ന വലിയ പ്രയാസമാണല്ലേ. ഇറ്റ് ഈസ് ഈസി ടു കൺട്രോൾ വേം ഇൻഫെക്ഷൻ വിച്ച് കോസ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, അനീമിയ ആൻഡ് ഫിസിക്കൽ മെന്റൽ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ. നമുക്ക് ഈ ഒരു ഡീവേമിംഗ് അല്ലെ, അതായത് വിരശല്യം ഒഴിവാക്കാനുള്ള ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിരകൾ കൊണ്ടുണ്ടാകുന്ന പ്രയാസം നോക്കിയേ, വായിച്ചു നോക്കിയേ. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, അതായത് നമുക്ക് പോഷകത്തിന്റെ അപര്യാപ്തത ഉണ്ടായിരിക്കാം, അനീമിയ വിളർച്ച ഉണ്ടായിരിക്കാം, ഫിസിക്കലുമായിട്ടും മെന്റലായിട്ടുള്ള ഡെവലപ്മെന്റലായിട്ടുള്ള പ്രയാസങ്ങൾ കുട്ടികൾക്ക് നേരിടാൻ ഈ ഒരു വിരകൾ കൊണ്ട് കാരണമാവുന്നുണ്ട്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പാരസൈറ്റിക് വേംസ് സച്ച് ആസ് സ്പിൻ വേം, റൗണ്ട് വേം എക്സെട്ര കോസ് ഡിസീസസ്. നമുക്ക് പാരസൈറ്റ് ആയിട്ടുള്ള, അതായത് നമ്മളിങ്ങനെ നമ്മളെ ബോഡിക്കകത്ത് പറ്റി പിടിച്ചിട്ട് നമ്മളെ തന്നെ ശല്യം ചെയ്യുന്ന ജീവികൾ ഉണ്ടായിരിക്കുമല്ലോ, അവരുള്ള പാരസൈറ്റ്സ് ആണ്, പാരസൈറ്റ്സ് അല്ലേ. ആ പാരസൈറ്റിക് വേംസിന് എക്സാമ്പിൾ ആണ് പിൻ വേമും റൗണ്ട് വേംസും. ഒരു അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുണ്ടാക്കുന്ന അസുഖങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം, വേം ഇൻഫെസ്റ്റേഷൻ എന്ന് വിളിക്കാം. ഇത് മെയിൻലി ഉണ്ടാവുന്ന എങ്ങനെയാണ്, നെയിൽ ബൈറ്റിംഗ് അല്ലെ, നഖം കടിയിലൂടെ, ഈറ്റിംഗ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ് അല്ലെ, കൃത്യമായിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ദെൻ ഡ്രിങ്കിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ, വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേംസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് എത്താം. വേം ഇൻഫെസ്റ്റേഷൻ കോസ് ഫാറ്റിക് അല്ലെ, അങ്ങനത്തെ വിരശല്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ക്ഷീണം ഉണ്ടായിരിക്കും. ലാക്ക് ഓഫ് എന്തൂസിയാസം, നമുക്ക് ഒന്നിനൊരു ഊർജ്ജം ഉണ്ടായിരിക്കില്ല. ടയേർഡ്നെസ്, എപ്പോഴും ക്ഷീണം ഉണ്ടായിരിക്കും. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പോഷകത്തിന്റെ അപര്യാപ്തത. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ. വെയിറ്റ് ലോസ്, ഭാരത്തിന്റെ കുറവ്. സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന. ദെൻ ഡിസിനെസ്, തലകറക്കം. വൊമിറ്റിംഗ്, ഛർദി. ഇതൊക്കെ നമുക്ക് ലക്ഷണങ്ങളായിട്ട് പറയാൻ പറ്റും. ആൽബൻഡസോൾ ഡെസ്ട്രോയ്സ് വേരിയസ് ടൈപ്സ് ഓഫ് വേംസ് ആൻഡ് ഹെൽപ്സ് ഫ്രം ഇൻഫെസ്റ്റേഷൻ. ആൽബൻഡസോൾ ടാബ്ലറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേംസിന്റെ ഇൻഫെസ്റ്റേഷൻ നമുക്കൊരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒരു അസുഖം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. ഫൈലേറിയാസിസ് അഥവാ മന്ത് എന്ന് പറയും. ഫൈലേറിയാസിസ് അഥവാ മന്ത് എന്ന് പറയും. ഈ പിക്ചറിൽ കൊടുത്ത പോലെ ആയിരിക്കും. ഇത് ഉണ്ടാക്കുന്ന വേമിന്റെ പേരാണ് ഫൈലേറിയൽ വേം എന്ന് പറയും. ഇത് പരത്തുന്ന കൊതുകിന്റെ പേരാണ് ക്യുലെക്സ് മോസ്കിറ്റോ. നേരത്തെ പഠിച്ചത് മലേറിയ പരത്തുന്ന ജീവിയായിരുന്നു അനോഫിലസ് മോസ്കിറ്റോ. ഇത് ഫൈലേറിയാസിസ് അഥവാ മന്ത് ഒരാളിലേക്ക് പരത്തുന്ന ജീവിയുടെ പേരാണ് ക്യുലെക്സ് മോസ്കിറ്റോ. ഫൈലേറിയാസിസ് occurs from filarial worms lodge in the lymphatic vessels and obstruct the normal flow of the lymph. നമുക്കറിയാം ബോഡിക്കകത്ത് രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ട്, ബ്ലഡും ഉണ്ട്, ലിംഫും ഉണ്ട്. ലിംഫിന് ഒഴുകാൻ കൃത്യമായിട്ട് ലിംഫ് വെസൽസ് ഉണ്ട്, ലിംഫ് ഡക്റ്റുകൾ ഉണ്ട്. ആ ലിംഫ് ഒഴുകുന്ന ലിംഫിന്റെ ഡക്റ്റില്, ലിംഫ് വാഹിയിലൊക്കെ ഇത്തരത്തിലുള്ള ഫൈലേറിയൽ വേംസ് വന്ന് അടിഞ്ഞുകൂടും. ലിംഫാറ്റിക് വെസൽസിൽ ലിംഫ് ഒഴുകുന്ന ലിംഫ് വാഹികളിലൊക്കെ ഈ ഒരു ഫൈലേറിയൽ വേംസ് വന്ന് ലോഡ്ജ് ചെയ്യും, അടിഞ്ഞുകൂടും. അങ്ങനെ അതിലൂടെയുള്ള ലിംഫിന്റെ നോർമൽ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്, തടസ്സപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് നമുക്ക് അസുഖം ഉണ്ടാവുന്നത്. ഓക്കെ, ഫീമെയിൽ ക്യുലെക്സ് മോസ്കിറ്റോ ട്രാൻസ്മിറ്റ് ദീസ് പാത്തജൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കൊതുകിന്റെ പേരാണ് ഫീമെയിൽ ക്യുലെക്സ് മോസ്കിറ്റോ. When a mosquito bites, the larvae of the worms enter the bloodstream, grow and reach the lymphatic vessels and settle there. അല്ലെ, അതായത് നമ്മളൊരു കൊതുക് അടിച്ചു കഴിഞ്ഞാൽ കൊതുകിന്റെ കയ്യിൽ ഈ ഒരു ഫൈലേറിയൽ വേംസിന്റെ ഒക്കെ ഫൈലേറിയൽ വിരകളുടെ ഒക്കെ ലാർവ ഉണ്ടെങ്കിൽ ആ ലാർവ നമ്മുടെ ബ്ലഡ് സ്ട്രീമിന്റെ കൂടെ പോയിട്ട് രക്തത്തിന്റെ കൂടെ ഒഴുകിയിട്ട് എവിടെ അടിഞ്ഞുകൂടും,
ലിംഫാറ്റിക് വെസൽസിലെ ലിംഫിന്റെ വാഹികളിൽ അടിഞ്ഞുകൂടും ആൻഡ് സെറ്റിൽ ദർ അവിടെ അടിഞ്ഞുകൂടും. ആസ് എ റിസൾട്ട് അതിന്റെ ഭാഗമായിട്ട് ദി ലിംഫാറ്റിക് ഫ്ലൂയിഡ് അക്യുമുലേറ്റ്സ് ആൻഡ് ഓവർ ടൈം ബോഡി പാർട്സ് സച്ച് ആസ് ലെഗ്സ്, ആംസ്, genital organs become excessively swollen and enlarged. കൈകാലുകളുടെയും നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ഉള്ള ഭാഗത്തായിരിക്കും ഇത് വന്ന് ഈ ഒരു ഭാഗത്തായിരിക്കും ഇത് അടിഞ്ഞുകൂടുക. അങ്ങനെ ലിംഫിന് കൃത്യമായിട്ട് ലിംഫ് എന്ന് പറയുന്ന ആ ഒരു ദ്രവത്തിന് ആ ഒരു ഫ്ലൂയിഡിനെ കൃത്യമായിട്ട് ഒഴുകാൻ പറ്റാത്തത് കൊണ്ട് ആ ഭാഗം ആ ഒരു ആംസ് ആവട്ടെ, കൈകളാവട്ടെ, ലെഗ്സ് ആവട്ടെ, കാലുകളാവട്ടെ, ജനൈറ്റൽ ഓർഗൻസ്, പ്രൈവറ്റ് പാർട്സ് ആവട്ടെ, അവിടെയൊക്കെ ഒരു സ്വെല്ലനിങ് എക്സസീവ് സ്വെല്ലൻ നേച്ചർ ഉണ്ടായിരിക്കും, എൻലാർജും ചെയ്യും. ഇതാണ് സിംറ്റംസ്. ഓക്കെ, ദെൻ ഡിസീസ് നമുക്കറിയാം, ഫൈലേറിയാസിസ്, പാത്തോജൻ ഫൈലേറിയൽ വേം. സിംറ്റംസ് പറഞ്ഞു എന്താണ്? ഇതാ ബോഡി പാർട്സ് സച്ച് ആസ് ലെഗ്സ്, ആംസ് ആൻഡ് ജനൈറ്റൽ ഓർഗൻസ് ബിക്കം എക്സസീവ്ലി സ്വെല്ലൻ ആൻഡ് എൻലാർജ്ഡ്. പ്രിവെൻഷൻ, ഇതും കൊതുക് പരത്തുന്ന അസുഖമായതുകൊണ്ട് കൊതുകുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രിവെൻഷൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഈ മന്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മന്ത് നിരോധന ഗുളികകളൊക്കെ കൊടുക്കാറുണ്ട്, നിർമ്മാർജ്ജന ഗുളിക കൊടുക്കാറുണ്ട് അംഗനവാടികളിൽ നിന്നൊക്കെ. അപ്പോൾ അത് നോക്കി വയ്ക്കും. ഇനി എടുക്കാനുള്ള വേറത്തെ ടൈപ്പുള്ള ഡിസീസാണ് ക്യാൻസർ. നമുക്കിതിൻ്റെ മലയാളം വേർഷൻ നോക്കാം കേട്ടോ. ഫംഗസുകൾ റിംഗ് വേം, വട്ടച്ചൊറി, കാൻഡിഡിയാസിസ്, പിന്നെ പ്രോട്ടോസോവൻ ഡിസീസുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രോട്ടോസോവയിൽ നമുക്ക് മലേറിയ പറഞ്ഞു, മലമ്പനി പറഞ്ഞു, പ്ലാസ്മോഡിയമാണ് രോഗാണുവിൻ്റെ പേര്. പിന്നെ അനോഫിലസ് പെൺകൊതുകാണ് ഇത് പരത്തുന്നത്, അത് പെരുകുന്ന രീതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അനോഫിലസ് പെൺകൊതുക്. പിന്നെ ഇടവിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, ഛർദി, പേശിവേദന, ശരീരവേദന, ക്ഷീണം ലക്ഷണങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൻറ്റി മലേറിയൽ മരുന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം പറഞ്ഞു, അതിൻ്റെ രോഗാണു നൈഗ്ലേറിയ ഫൗലറി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിരകൾ പറഞ്ഞു, ദേശീയ വിരവിമുക്ത ദിനം നോക്കി വയ്ക്കുക. പിന്നെ ഏതൊക്കെയാണ്? പിൻവേം കൃമി, ഉരുണ്ട വിര റൗണ്ട് വേം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പരാത വിരകളായിട്ട് പറയുന്നത്. വിരശല്യം എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? നഖം കടിക്കുക, കൈ കഴുകുക, ഭക്ഷണം കഴിക്കുക, മലിനജലം കുടിക്കുക. ഓക്കെ, പിന്നെ ഇത് എന്തൊക്കെ ഉണ്ടാവും അതിൻ്റെ ലക്ഷണങ്ങൾ? വിളർച്ച, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, പോഷകക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, തലകറക്കം, ഛർദി. പിന്നെ ആൽബൻഡസോൾ ഗുളിക ഓർത്ത് വയ്ക്കുക കേട്ടോ. എല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. മന്ത് പറഞ്ഞിട്ടുണ്ട്, മന്തിൻ്റെ രോഗാണു ഫൈലേറിയൽ വിരയാണ്, അതിൻ്റെ വാഹകജീവി ക്യുലക്സ് കൊതുകാണ്. ഇതൊന്ന് നോക്കി വയ്ക്കുക. ഇതൊരു പോയിന്റും കുറയ്ക്കാനില്ല, എല്ലാ പോയിന്റും ആവശ്യമുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.